നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നെൽവയലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ അതീ പറയുന്ന ജലസംഭരണികളായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ്. 8.76 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്ന കേരളത്തിനകത്ത് ഇന്ന് അത് 2 ലക്ഷം ഹെക്ടറിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഭരണാധികാരികൾക്ക് വ്യത്യസ്തരായ ഭരണാധികാരികൾക്ക് വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ ശൈലിയല്ല VD സതീശന്റേത്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മഴ ദുരന്തം ഏകോപിപ്പിക്കുന്നതിൽ, അതിൽ ദുരിതാശ്വാസം നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയുമോ? BJP എന്താണ് അതിൽ അഭിപ്രായമുള്ളത്? അഭിലാഷ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ദുരന്തത്തിനെ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരല്പം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും അതിന്റെ ഒരു ഔചിത്യം എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണ നിർവഹണം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് അവർക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. നമുക്കറിയാം, ഇത്രയും ജില്ലകൾ, ഏതാണ്ട് 12 ജില്ലകളിലുള്ള ആൾക്കാർ വളരെ കഷ്ടത്തിലാണ്, അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് മാത്രം നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഇപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമിനുള്ള ഒരു സാഹചര്യവുമല്ല. അല്പം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുകയും അത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ബ്ലെയിമിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ക്യാമ്പുകൾക്കകത്തുള്ള ജനങ്ങൾ ഒരുപാട് പേര് അവരുടെ പരിമിതികളെ കുറിച്ചിട്ട്, അവർക്ക് ലഭിക്കേണ്ടുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പരാതി പറയുമ്പോൾ എല്ലാം അത്ര ശരിയല്ല എന്നുള്ള കാര്യവും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം, അതായത് എന്താണ്, ഞങ്ങൾക്കൊരു കെയർ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു മികച്ച ഭരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവർ ഇത്രയും പേര് ക്യാമ്പിൽ കിടക്കുമ്പോൾ അവർക്ക് അവിടെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾ മുഴുവൻ നശിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഓരോ വീട്ടുകാർക്ക് സംഭവിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവർ കേരളത്തിന്റെ ഭരണാധികാരിയെ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും. നേരത്തെ പിണറായി വിജയൻ സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ട ഹെലികോപ്റ്ററാണ് അത്, ഇപ്പോൾ ഇത്ര മണിക്കൂർ ഓടിയാലും ഓടിയില്ലെങ്കിലും നമ്മൾ ഇത്ര രൂപ വാടക കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി അത് ഉപയോഗിച്ചു എന്ന് പറയുന്നതിനകത്ത് ശരിയുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതിനകത്തും ശരിയുണ്ട്. പക്ഷേ ആ ഫോട്ടോ കാണുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. പകരം അവിടെ ഒരു വലിയ ഉത്സവവും മഹാമഹവും ഒക്കെ നടക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം CPM-കാരോ BJP-കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോയി മാധ്യമങ്ങളോ പോയി സൃഷ്ടിച്ചാലല്ലോ, അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെയല്ലേ അവിടെ കൂടി നിന്നിട്ട് അത്തരത്തിലൊരു സാഹചര്യത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പോകുന്നു, അപ്പോൾ ഈ 8 പേര് മരണപ്പെട്ടിരിക്കുകയും 8 പേരെ കാണാതായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഔചിത്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനകത്ത് കാണിക്കുക എന്ന് പറയുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 100 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് വരുന്ന സമയത്ത് ആ ഏകോപനത്തിനകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആദ്യം പെയ്ത പെട്ടെന്നൊരു മഴയിൽ പഴവങ്ങാടി ഭാഗത്ത് ഉൾപ്പെടെ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ചില ഏകോപനത്തിനകത്ത് ചെറിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 48 മണിക്കൂർ 72 മണിക്കൂറായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ നല്ല മഴയാണ്, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില സർക്കാർ സംവിധാനങ്ങൾക്ക് ആ സമയം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അത് ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്ര പെട്ടെന്നൊരു മഴ വരികയും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ 100 ദിവസത്തിന് ഭരിക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നം വന്നതിനകത്തുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടാവും. പക്ഷേ ഔചിത്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണിക്കേണ്ടത്. ശരി, അവിടെ MK ഹരിദാസ്, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പാളി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാധാരണ നിലയിൽ ഉള്ളതിനേക്കാളും പ്രതിരോധത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചപ്പോൾ. അതിനപ്പുറത്ത് ഈ ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിനിധികളും ഒക്കെ അതാതിടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ ചില പ്രശ്നം വന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ചില ഇടങ്ങളിൽ, റാന്നിയിൽ ഇന്നലെ രാവിലെ ചില പ്രശ്നമുണ്ടായി, ആറന്മുളയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സംബന്ധിച്ച് പ്രശ്നമുണ്ടായി. അതിനപ്പുറത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതാതിടങ്ങളിലെ നാട്ടുകാരോ രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ ഒക്കെ വേണമെങ്കിൽ ഇറങ്ങിക്കോണം എന്ന അവസ്ഥയുണ്ടോ? അഭിലാഷ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കിപ്പോ അവിടെ ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, എന്ത് നടക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സത്യസന്ധമായി എനിക്കറിയില്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കുഴപ്പമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ദുരന്തമുഖത്തിപ്പോ എന്താണ്, ലൈറ്റില്ല, വെളിച്ചമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ മഴയും പ്രശ്നമൊക്കെ നടന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഇപ്പോൾ സേവാഭാരതിക്കാരും DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും ഇറങ്ങിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ഇറങ്ങുക ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ
ഏകോപനത്തിനകത്ത് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിനകത്ത് രണ്ട് അഭിപ്രായം എനിക്കില്ല. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് എറണാകുളത്ത് പോകേണ്ട ആളായിരുന്നു എന്നോ അല്ലെങ്കിൽ മലബാറിലേക്ക് പോകേണ്ട ആളായിരുന്നു എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം ഒരു ദുരന്തം കേരളം ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള കേരളത്തിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. കണ്ണടച്ച് തുറക്കും മുമ്പാണ് ഇവിടെ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒരാഴ്ച മുമ്പ് പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ 50% പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ കേരളത്തിന്റെ സാഹചര്യം അത്രയും വോളറ്റൈൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആ ഒരു സാഹചര്യത്തിനകത്ത് അതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ എന്താണ് ജൂവലറി ഉദ്ഘാടനം ചെയ്യാൻ പോവുക പോലെയുള്ള കാര്യങ്ങളായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. പകരം അദ്ദേഹം ആ ഏകോപനത്തിനകത്ത് ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിന് തന്നെയായിരുന്നു അതിന്റെ ഗുണമുണ്ടാകേണ്ടിയിരുന്നത്. പകരം അദ്ദേഹം തന്നെയാണ് പോയിട്ട് ഇത്തരത്തിലുള്ള സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്ന ഒരു കുഴി കുഴിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ഒരു ദശകമായിട്ട് കേരളം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് അതിനെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു ദുരന്തത്തിന്റെ മുഖത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. നമുക്കറിയാം കേരളത്തിൽ മഴ വർദ്ധിച്ചിട്ടൊന്നുമില്ല. കേരളത്തിൽ കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ ഏതാണ്ട് സമാനം തന്നെയാണ്. സമാനമാണ്, പക്ഷേ അതിന്റെ പാറ്റേണിൽ മാത്രവുമല്ല വ്യത്യാസമുള്ളത്. ശാസ്ത്രജ്ഞർ പറയുന്നത് മാത്രമല്ല, അതായത് ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്യാണ്. എന്ത് സംഭവിക്കും? 31 തീയതി രാത്രി അങ്ങനെയാണ് സംഭവിച്ചത്. 31 തീയതി വൈകുന്നേരം 8 മണിക്കോ 9 മണിക്കോ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷമുള്ള മണിക്കൂറിൽ അതിതീവ്ര ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പാറ്റേൺ മാറുന്നുണ്ട്. അല്ല, അത് ആ പാറ്റേൺ, അതാണ് ഞാൻ പറയുന്നത്. പാറ്റേൺ 2026 മാറുന്നത്. നമ്മൾ 2017, 18 മുതൽ നമ്മൾ ഈ പാറ്റേൺ മാറുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ കാണുകയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നെൽവയലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ അതീ പറയുന്ന ജലസംഭരണികളായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ്. 8.76 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്ന കേരളത്തിനകത്ത് ഇന്ന് അത് 2 ലക്ഷം ഹെക്ടറിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു മഴ വരുന്ന സമയത്ത് ഇത് എവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ള അത് നമുക്ക് ഒരു തരത്തിലുള്ള പിടിയും കിട്ടുന്നില്ല. ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ റൂട്ട് 4 റിവർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ നെതർലൻഡ്സിലേക്ക് പോയി. അത് ഇവിടെ നടപ്പിലാക്കിയോ? എന്നാൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ഫണ്ട് എന്ത് ചെയ്തു? അതിനെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് രണ്ടു പേർക്കും ഒളിച്ചോടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഒളിച്ചോടിയതുപോലെ തന്നെയാണ് മുൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് പരിഹാരം കാണാൻ വേണ്ടി 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്.